ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് ഇപ്പോഴത്തെ അവസ്ഥ ശാന്തമാണ് കേട്ടോ. ആദ്യം കയറിയപ്പോൾ ഉള്ള ആ ഒരു ആവേശത്തില് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചു. അക്ബറും അനുമോളും കൂടി നല്ല പക്ക പ്രൊവോക്ക് കളിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പ്രൊവോക്ക് ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടുകൊണ്ടേയിരുന്നു. കുറെ നേരം ഇതിങ്ങനെ ലൈവില് കാണാനുണ്ടായിരുന്നു. അക്ബർ ഒരു പാട്ട് പാടും, അനുമോൾ അതിന് കയറി ട്രിഗർ ആവും. അക്ബറിന്റെ പാരഡി നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാനായിട്ട്. അത് അക്ബറിന്റെ കഴിവാണ്, നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ടാലന്റഡ് ആയിട്ടുള്ളവരെ നമ്മൾ അംഗീകരിക്കണം. നല്ല രീതിയിൽ തന്നെ പാരഡി ഉണ്ടാക്കി പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അനുമോൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് തന്നെ ട്രിഗർ ആവുന്നുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തു. നല്ല ഒന്നാന്തരമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തു. ഞാൻ ഓർത്തു അനുമോൾ ഇപ്പൊ ഇറങ്ങി പോകുമെന്ന് ഓർത്തു. കാരണം കുറച്ചു നേരം മുമ്പ് നെവിൻ ഇതിനിടയ്ക്കൊരു പരിപാടി കാണിക്കുന്നുണ്ട്. അനുമോളുടെ വാർഡ്രോബ് പോയി തുറന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ എടുത്തോണ്ട് വരുന്നുണ്ട്. പിന്നെ അനുമോൾ പൊഴുത്തി വെച്ചിരുന്ന ആ ഒരു ഗ്രീക്ക് യോഗേർട്ട് എടുത്തോണ്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നെവിൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് എനിക്കൊന്ന് പ്രൊവോക്കായി അനുമോൾ ഇറങ്ങി പോകുന്ന ഓർത്തു. നല്ലപോലെ ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. പിന്നെ അനീഷിന് വേണ്ടി വാദിക്കുകയായിരുന്നു കേട്ടോ. അനുമോൾ നല്ല രീതിയിൽ തന്നെ വാദിച്ചു. നൂറ കുറ്റി തുറക്കും, അനുമോൾ കുറ്റി അടയ്ക്കും. ആദിലെ കുറ്റി തുറക്കും, അനുമോൾ കുറ്റി അടയ്ക്കും. അങ്ങനെയായിരുന്നു കുറെ നേരമായിട്ട്. ഡോറ് തുറക്കും അടയ്ക്കും. അങ്ങനെയായിരുന്നു കുറെ നേരമായിട്ട്. ആദിലെ അനുമോളും തമ്മിൽ ഇതിനിടയ്ക്ക് വഴുക്കാവുന്നുണ്ട്. ഇപ്പൊ ലൈവിന് അത് നടന്നുകൊണ്ടിരിക്കുന്ന കൺവിൻസിംഗ് ആണ്. ആര്യം പറയുന്നുണ്ട്, ഇപ്പൊ നൂറ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നൂറ എന്നെ തോൽപ്പിക്കും, നൂറ ടിക്കറ്റ് ഫിനാലെ ജയിക്കും. ആദില പറയുന്നുണ്ട്, ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും നൂറ ജയിക്കും. അക്ബർ പറയുന്നുണ്ട്, ഇപ്പോ ഓരോരുത്തരും ഓർഡർ ആയിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നൂറ ജയിക്കും. മാക്സിമം നേടാൻ പറ്റിയത് 51 പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നൂറ ജയിക്കും. എങ്ങനെ പോയാലും നൂറ ജയിക്കും. അപ്പൊ പിന്നെ എല്ലാവർക്കും അവിടെ ഇരുന്നൂടെ? അല്ല, ഈ ടാസ്ക് ജയിക്കാൻ വേണ്ടിയാണ് എല്ലാരും കളിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ടാസ്ക് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ആണ് ഇതിനകത്ത്. അല്ല ടിക്കറ്റ് ഫിനാലെ ആര് ജയിക്കുന്നു എന്നുള്ളതല്ല, എല്ലാവർക്കും അറിയാം. എത്ര നന്നായിട്ട് കളിച്ചാലും നൂറേ ചിലപ്പോൾ ഈ ടാസ്ക് ജയിക്കുകയുള്ളൂ. കാരണം അത്രയും മികച്ച രീതിയിലാണ് നൂറ തുടക്കം മുതൽ ടിക്കറ്റ് ഫിനാലെ തുടങ്ങിയപ്പോൾ മുതൽ കളിച്ച് മുന്നേറി വന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം നൂറേ ഒരുപക്ഷെ ജയിക്കുകയുള്ളൂ. പക്ഷെ ടാസ്ക് ജയിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മത്സര വീര്യമാണ് അത്. അനീഷ് ആണെങ്കിലും അനുമോൾ ആണെങ്കിലും സാബുമാൻ, ആര്യൻ, എല്ലാവരെയും എടുത്തു പറയണം. അക്ബർ, എല്ലാവരും മികച്ച രീതിയിൽ തന്നെ ടാസ്ക് ചെയ്യുന്നുണ്ട്. നെവിൻ മാത്രമാണ് ഒരു പ്രഹസനം കാണിച്ച് എനിക്കൊന്നും അക്ബറെ തള്ളി പുറത്താക്കിയതാണെന്ന് ആണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങള്. ലൈവിനകത്ത് ഇപ്പോഴും കൺവിൻസിങ് ആണ്. ഡീല് വെച്ചോണ്ടിരിക്കുകയാണ്. ആര് ഡീലില് വീണ് പുറത്താവും എന്നുള്ളത് നോക്കാം. സംസാരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് നോക്കാം നൂറ ഇങ്ങനെ ഈ ഒരു മാനിപ്പുലേഷന് വീഴുവോ? കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.